നമ്മൾ LPUP എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിലെ സാമൂഹിക ശാസ്ത്രത്തിലെ കുറച്ച് ഫാക്ടേഴ്സാണ് നോക്കുന്നത്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് 3 സംയോജിത പുനരധിവാസ ഗ്രാമങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 3 ഏതാണെന്ന് നോക്കാം. ഒന്ന് ആഴൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ ആഴൂരാണ് ഒന്നാമത്തെ കേന്ദ്രം. അതുപോലെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തും സംയോജിത പുനരധിവാസ ഗ്രാമം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിലെ കുറുമ്പന്നൂർ. അപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക നീതി വകുപ്പ് ഈ 3 സ്ഥലങ്ങളിലാണ് പുനരധിവാസ ഗ്രാമങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് ആഴൂര് തിരുവനന്തപുരം, 2 പത്തനാപുരം കൊല്ലം ജില്ല, അതുപോലെ തന്നെ കുറുമ്പന്നൂർ മലപ്പുറം. 2024 840 ദശലക്ഷം ടണ്ണിലധികം ഇരുമ്പയിര് നിക്ഷേപം കണ്ടെത്തിയത് നമ്മുടെ രാജസ്ഥാൻ സ്റ്റേറ്റിലെ കരൗലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 2024 840 ദശലക്ഷം ടണ്ണിലധികം ഇരുമ്പയിര് നിക്ഷേപം കണ്ടെത്തിയത് രാജസ്ഥാനിലെ കരൗലിയിലാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. നമ്മുടെ ഓരോന്നിനെയും ഇൻഡെക്സുകളൊക്കെ നമ്മൾ PSC ചോദിക്കാറുണ്ട്. 2024 ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. 2024 ഫെബ്രുവരി മാസം പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് 85ആണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫ്രാൻസ് ആണ്. അപ്പോൾ പാസ്പോർട്ട് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഫ്രാൻസ്, 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ്, 3-ാം സ്ഥാനത്ത് UK ആണ്. അപ്പോൾ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം ഫെബ്രുവരിയിൽ 85, ഫ്രാൻസ് 1-ാം സ്ഥാനം, ഫിൻലാൻഡ് 2, UK 3. ഇനി സംസ്ഥാനത്ത് റവന്യൂ സർവേ ഭൂരേഖ വകുപ്പുകളിലെ മികച്ച ജീവനക്കാർക്കുള്ള 2024 പുരസ്കാരം പ്രഖ്യാപിച്ചിരുന്നു. അതിലെ മികച്ച ജില്ലാ കളക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറോമിക് ജോർജ് ആണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടറായിട്ടുള്ള ജെറോമിക് ജോർജ് ആയിരുന്നു. സംസ്ഥാനത്തെ റവന്യൂ ഭൂരേഖ സർവേ വകുപ്പുകളിലെ മികച്ച ജീവനക്കാർക്കുള്ള 2024 ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചത് ജെറോമിക് ജോർജിനാണ്. തിരുവനന്തപുരം മികച്ച കളക്ടറേറ്റും തിരുവനന്തപുരം കളക്ടറേറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ജെറോമിക് ജോർജ് തിരുവനന്തപുരത്തെ കളക്ടർക്കായിരുന്നു കിട്ടിയത്. മികച്ച കളക്ടറേറ്റ് തിരുവനന്തപുരമാണ്. മികച്ച സബ് കളക്ടറായിട്ട് കിട്ടിയത് സന്ദീപ് കുമാറാണ്. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന സന്ദീപ് കുമാറിനാണ് ലഭിച്ചത്. ഇനി വ്യവസായ വകുപ്പിൻ്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക അവാർഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജില്ലാ വ്യവസായ കേന്ദ്രം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ വ്യവസായ കേന്ദ്രമായിരുന്നു. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക അവാർഡിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എറണാകുളം ജില്ലയിലെ വ്യവസായ കേന്ദ്രമായിരുന്നു. 2-ാം സ്ഥാനം ലഭിച്ചത് തിരുവനന്തപുരം വ്യവസായ കേന്ദ്രത്തിനാണ്. 1-ാം സ്ഥാനം ലഭിച്ചത് എറണാകുളത്തിനാണ്, 2-ാം സ്ഥാനം തിരുവനന്തപുരം, 3-ാം സ്ഥാനം നേടിയത് കണ്ണൂരാണ്. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക അവാർഡിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചത് എറണാകുളം ജില്ലയിലെ വ്യവസായ കേന്ദ്രമായിരുന്നു. 2-ാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയും 3-ാം സ്ഥാനം കണ്ണൂർ ജില്ലയും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. ഇന്ത്യയുടെ ആദ്യ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇനി ഭാരതീയ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം സ്ഥാപിച്ചത് ഉജ്ജയിനിയിലാണ്. മധ്യപ്രദേശ് സ്റ്റേറ്റിലെ ഉജ്ജയിനിയിലാണ്. ഭാരതീയ പഞ്ചാംഗം അനുസരിച്ച് സമയം പ്രദർശിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വേദ ഘടികാരം സ്ഥാപിച്ചത് ഉജ്ജയിനിയിലാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ്. ഇനി സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് രംഗപ്പോ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ പ്രധാനപ്പെട്ടാണ്. സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത് രംഗപ്പോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. സിക്കിമിലെ രംഗപ്പോയിലാണ് ആ സ്റ്റേറ്റിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വന്നത്. അപ്പോൾ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ആണ്. ജനുവരി ടു മാർച്ച് വരെയുള്ള കറണ്ട് അഫെയറുകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.